Hello. So the next topic is hydrogen-like wave functions. അപ്പോൾ നമ്മൾ Schrödinger wave equation, okay? Schrödinger wave equation. നമ്മളത് ഹൈഡ്രജൻ ആറ്റത്തിന് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് പല acceptable values of psi namukku kitti. Now what we know is that you can apply the same treatment to hydrogen namukku apply cheyam pinne hydrogen like atoms. Okay, ee hydrogen like atoms nu parayanathu aarokya helium plus, lithium 2 plus, beryllium 3 plus anganeyokke. And what avada aa prathekatha endha kannana vecha they are all one electron systems. Kando എല്ലാം 1 electron atoms ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഐ നോ ദാറ്റ് നമുക്ക് കിട്ടണ ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തുമ്മ അപ്ലൈ ചെയ്ത് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വേവ് ഫംഗ്ഷൻ. ആൻഡ് ദേ ആർ ദി അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു a radial function. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. into a theta function into a phi function. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഓഫ് 3 ഫങ്ഷൻസ്, ആ 3 ഫങ്ഷൻസ് ആണ് നമ്മൾ r, തീറ്റ ആൻഡ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ r എന്നാണ് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ 2 ക്വാണ്ടം നമ്പേഴ്സ്, ദാറ്റ് ഇസ് n ആൻഡ് l. തീറ്റ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ l ആൻഡ് m. And my phi function depends only on the m. Okay, അപ്പോൾ ഈ വാല്യൂസ് ഈ n l m എന്ന് പറഞ്ഞ 3 ക്വാണ്ടം നമ്പേഴ്സിന് ചില വാല്യൂസേ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ദി ക്വാണ്ടം റെസ്ട്രിക്ഷൻ ദാറ്റ് ഇറ്റ് ഗിവ്സ് ടു ദി വേവ് ഫംഗ്ഷൻ. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടില്ല. ആൻഡ് ദോസ് വാല്യൂസ് ദാറ്റ് ഓൺലി സാറ്റിസ്ഫൈ, അതായത് ഈ എൻ എൽ എം വാല്യൂ ഗവേൺ ചെയ്ത് വരണ സൈ ഫങ്ഷൻസിനെയാണ് നമ്മൾ അക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പലതും ഉണ്ട്. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എന്നിൻ്റെ വാല്യൂസ് യു ക്യാൻ ടേക്ക് 1 2 3 എക്സെട്ര. എൽ വിൽ, അപ്പോൾ എന്ന് അനുസരിച്ചിട്ടാണ് എല്ലിൻ്റെ വാല്യൂസ്. എൽ വിൽ ബി 0 1 2 3 അങ്ങനെ n-1 വരെ. പിന്നെ എം എന്ന് പറഞ്ഞാൽ മൈനസ് എൽ വാല്യൂ ആണ് പറഞ്ഞത്, മൈനസ് എൽ, പിന്നെ മൈനസ് എൽ പ്ലസ് 1 അങ്ങനെ 0 അത് പോയിട്ട് എൽ -1 ആൻഡ് എൽ. ഇങ്ങനെയാണ് അതിൻ്റെ 3 എണ്ണത്തിൻ്റെ വാല്യൂസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടേക്ക് n ഈക്വൽ ടു 2. n ഈക്വൽ ടു 2 പറഞ്ഞാൽ എൽ വിൽ ഹാവ് വാല്യൂ 0 ആൻഡ് 1 അല്ലേ. ആൻഡ് ദെൻ 0 ആവുമ്പോൾ my m value is only 0. My 1 number, my m value is -1, 0 and +1. This is how the values are governed. Okay. Now, radial function. So, namalde r n l r is what I know as the radial function. Okay. This radial function gives you an idea of the energy and size of the orbitals. Okay, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് അതാണ്. വാട്ട് എക്സാക്ട്ലി ഇസ് ദി എനർജി ഓഫ് ദി ഓർബിറ്റൽസ്. ആ ഓർബിറ്റൽസിന്റെ എനർജി അറിയുമ്പോൾ എനിക്കറിയാം ഇലക്ട്രോണിന്റെ എനർജി, ബിക്കോസ് ഇലക്ട്രോൺ ആ ഓർബിറ്റലിലല്ലേ ഇരിക്കുന്നത്. സോ വൺസ് യു നോ ദ സൈസ് ഓഫ് ദി ഓർബിറ്റൽ ആൻഡ് സൈസ് അറിയുമ്പോൾ യു നോ എത്ര ഡിസ്റ്റൻസ് ആൻഡ് ആ ഒരു ആ സ്പേസിൽ ആ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ആ ഒരു എന്താ പറയുക വോള്യൂം ആണ് ഈ സൈസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ്, ഏതൊക്കെ രീതിയിൽ, അതായത് ആ ഷേപ്പ് എന്ന് പറയുന്നത് ആൻഡ് ഓറിയന്റേഷൻ. ഓക്കെ, ദ ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ ഇസ് ഗിവൺ ബൈ മൈ മറ്റേ 2 ഫംഗ്ഷന്റെ ഒരു പ്രോഡക്റ്റ് ആണ്, വിച്ച് ഇസ് മൈ തീറ്റ ആൻഡ് ഫൈൻ്റെ ആ 2 എണ്ണം, ഈ 2 ഡിഫറെൻറ്റ് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതിനെയാണ് ഇതിനെയാണ് ഞാൻ ആംഗുലർ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ഫെറിക്കൽ ഹാർമോണിക്സ്. സോ ദി സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻസ്, ഓക്കെ, തീറ്റയും ഫൈയിലുള്ള സൊല്യൂഷൻ നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് ചില എക്സ്പ്രഷൻസ് കിട്ടും.
Okay, our values are called spherical harmonics. Adinna namukku kittunnathu shape and orientation of my orbital. So let me see how certain radial functions and certain angular functions look like. So radial function, let me go to the radial wave functions. Okay, adile the normalized value ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. മീൻസ് ഇറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ്, ഇറ്റ്സ് നോട്ട് ആക്ച്വലി പാർട്ട് ഓഫ് യുവർ സിലബസ്, അത്രയേ ഉള്ളൂ. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ദ ഫൈനൽ റിസൾട്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോറി, ആർ എൻ എൽ അല്ലേ. സോ വെൻ n is equal to 1, I get L equal to 0. So that is what is my R1, 0. This is equal to 2 into Z. Z atomic number of the atom. Hydrogen like atoms were pounded up. That's why we introduce Z. When Z is equal to 1, it becomes hydrogen. A0 or A0 raised to 3/2 e raised to minus Zr by A0. Now what is this A0? That is the radius of the first orbit of hydrogen atom, and A0 is generally a constant which is equal to 0.529 angstrom. This is the radius of the first orbit of hydrogen atom. Okay, now idana nammada first radial function. Now when n is equal to 2, this is actually the 1s orbital. L 0 ആകുമ്പോൾ s ആണല്ലോ. 2 എടുക്കുമ്പോൾ നമുക്ക് എല്ലിന് ഏതൊക്കെ വാല്യൂ ഉണ്ട്? 0 and 1 അല്ലേ. സോ വി ഹാവ് ദ റേഡിയൽ ഫംഗ്ഷൻ ഫോർ R20 1/2√2 into Z by A0 raised to 3/2. ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ് കണ്ടോ. സോ you can just find some way to learn it. So into Zr 2 minus Zr by A0 into e raised to minus Zr by 2A0. ഇതിൽ ഒരു thing you will see that this thing is what ഇവിടെ 1 ആണ്. So it is actually 1s, this is 2. ഇങ്ങനെയൊക്കെയാണ്. You will see some ഒരു പാറ്റേൺ ഒക്കെ കാണും. അത് വെച്ചിട്ടൊക്കെ at least makes it easier for you to study. Then R1 n equal to 2 and L equal to 1 വരുമ്പോൾ 2,1 ആണ്. So now this is actually the 2pz orbital. Okay, ഇത് നമ്മൾ sorry 2s, sorry very sorry, this is 2s. Now when it is 1, it is the 2p. Okay, so അതിൻ്റെ എങ്ങനെയാ വെച്ചാൽ 1/2√6 into Z by A0 the whole raised to 3/2 into Zr by A0 into e raised to minus Zr by 2A0. So Z as I told you, it is the atomic number. R എന്ന് പറയുന്നത് that is the radius. അതാണല്ലോ നമ്മുടെ വേരി ചെയ്യണത് ഓരോ ഇത് പോകുമ്പോൾ. Now let's come to the angular wave functions. Angular wave functions, which I know as spherical harmonics. ഇതേപോലെ നമുക്കൊരു ഫസ്റ്റ് ഫ്യൂ ആംഗുലർ വേവ് ഫങ്ഷൻസ് എങ്ങനെയാണ് ഇരിക്കണേ നോക്കാം. where I have L, I will have M, and I will give you the theta and phi. Depends on M. This is on L, M. So when L is equal to 0, M can only take 0. Let me first write all those values. When L is equal to 1, okay, M പറയുന്നത് എന്താ? -1, 0 and +1. Okay, so these are the values. Let me just ഇത്രയും അറിഞ്ഞാൽ മതി, നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. So this is theta 0,0 and phi 0. Okay, ഇതാണല്ലോ ഇതിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/4π, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1/4π ആണ് കേട്ടോ. ദെൻ വാട്ട് അബൌട്ട് വെൻ L is equal to 1, and let me take the 0 function first. So ഇത് വരുമ്പോൾ theta 1,0 and phi 0, right?
And this, look, L, this is what I designate, the P aanallo, alla, this is S alle, the S alle, so this is what I would designate, no, this is the P, sorry, this is my S orbital and this is my P orbital. Adile idu P, the orientation vannappo this is njan PZ ആയിട്ടാണ് ഞാൻ അത് കണക്കൂട്ടണത്. ഓക്കെ, later on you will know, actually നമ്മൾ geometry വഴി നമ്മൾ നോക്കുമ്പോൾ that is actually the PZ ന്റെ alignmentലായിട്ട് നിൽക്കും. ഓക്കെ, and that is equal to 3/4 pi, okay, the square root into cos theta. Now let me go to -1. -1 എന്ന് പറയുമ്പോൾ theta 1, -1, phi -1, and that is equal to root of 3/4 pi. It's all the same. Okay, ഇവിടെ ഈ സൈനും കൊസൈൻ ഫംഗ്ഷൻ മാത്രമേ മാറുള്ളൂ ഇവിടെ. Here it is sin theta sin phi. Okay, and here the last one, that is the this is what I call as the Py orbital. And then here I have theta 1, 1, which is a +1, and phi 1, and that is root of 3/4 pi sin theta cos phi, and this is my PZ orbital. So okay, ingane oru cheriya reethiyil ingane oorthu vecha madi ട്ടോ. So, and this is basically the S orbital. So these are all 2s. Here n is equal to 2, right? So in this case, and here n is equal to 1. Finally, ഇത് രണ്ടും കൂടിയിട്ടാണല്ലോ നമ്മുടെ total wave function. So my total wave function, if I write 1, 0, 0, okay, and that will be equal to, അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, and that will be equal to 1/root pi into ഫൈനൽ റിസൾട്ട് മാത്രമാണ് ഞാൻ എഴുതുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു കോൺസ്റ്റൻസിൻ്റെ അവിടെ ചെറിയൊരു നമുക്ക് ക്യാൻസലൊക്കെ ചെയ്യാൻ പറ്റും. e⁻⁻ exponential terms -ZR/A0, and this is my 1s orbital. Then I have psi 2, 0, 0, which is my 2s orbital, and that is equal to 1/4 root pi. ഇത് നോക്കുക, അത് ആ ഭാഗം നമ്മളൊന്ന് കുറച്ച് when you are doing some calculation, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകുന്ന കുറച്ച് ടേംസ് ആണ് ആ കോൺസ്റ്റൻറ്റിൽ. So Z/A0 raised to 3/2 into 2 minus ZR/A0 into e⁻²ZR/2A0. That's my 2s orbital. Then I have psi 2, 1, 0, and that is equal to 1/4 root pi into Z/A0 raised to 3/2 ZR/A0 e⁻²ZR/2A0. അവിടെ നോക്കൂ, cos theta term. cos theta കാണുമ്പോൾ തന്നെ എനിക്ക് cos theta മാത്രമേ ഉള്ളൂ കാണുമ്പോൾ I know it is the 2pz. Now let me go for psi 2, 1 plus or minus 1. Okay, ഇത് നമ്മൾ ടോട്ടലി ആയിട്ടാണ് എഴുതുക, and that is equal to 1/8 root pi into Z/A0 raised to 3/2 ZR/A0 e⁻²ZR/2A0 sin theta into e⁻±i phi. Okay, this denotes the 2px and 2py. ഇത് രണ്ടും കൂടിയിട്ടുള്ള ചേർന്നിട്ടാണ് I have written it. Okay, next we have distribution curves. So that is radial probability distribution curves.
ഇതിലെന്താ പറയണത് വെച്ചാൽ നമുക്ക് ശരിക്കും സൈ സ്ക്വയർ, ഓക്കെ, സൈ സ്ക്വയർ ആണ് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ഈ 6 ഡിസ്റ്റൻസ് വെച്ചിട്ട് വേരി ചെയ്യണത് ഒരു, അതായത് 6 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണല്ലോ. സോ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് അത് വേരി ചെയ്യണ ആകെ ഒരു ഫംഗ്ഷനാണ് റേഡിയൽ ഫംഗ്ഷൻ. ഓക്കെ, ബിക്കോസ് മൈ theta and phi does not vary with r. അവിടെ r എന്ന് പറഞ്ഞ ടേം ഇല്ല, റേഡിയസ് അല്ല. സോ നമുക്ക് ശരിക്കും സൈ സ്ക്വയർ വേഴ്സസ് r നമ്മൾ നോക്കുമ്പോൾ, ദാറ്റ് ഇസ് യു വോണ്ട് ടു നോ ദ റേഡിയൽ പ്ലോട്ട്സ്, യു വോണ്ട് ടു നോ ദി വേവ് ഫംഗ്ഷൻ പ്ലോട്ട്സ്, ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് ലെറ്റ് us see how does the radial plot look എന്ന് നോക്കിയാൽ മതി. ബിക്കോസ് അത് വെരി സിമിലർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആ റേഡിയൽ ഫങ്ഷൻസ് അവിടെ ഉണ്ടല്ലോ. സോ നമ്മളിപ്പോൾ റേഡിയൽ, ദിസ് റേഡിയൽ ആർ എന്ന് പറയുമ്പോൾ സൈ ആയിട്ടാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യണത്. സോ ഇഫ് ഐ വോണ്ട് ടു കോറിലേറ്റ് ഇറ്റ് വിത്ത് സൈ സ്ക്വയർ ഐ മസ്റ്റ് ടേക്ക് ദ ആർ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് എന്ന് പറയുന്നത്. സോ we have first we have something, we can have the radial plots and you will have the radial probability distribution plots also. Okay, appo ivide just remember that what all that you're looking into is that the how ee distance vechittu enganeyana ee radial plots irikkanena. Okay, so let me take the first. Okay, we have the r square. Okay, so ivide nammal we take 4 pi r square n l. Okay, and you are going to see how when you change r how will this plot with nammal ipo 1s orbital le nokkana. 1s orbital n equal to 1, l equal to 1. ഇവിടെ നോക്കുമ്പോൾ you will see that the plot is like this. Okay, now let me go for the next case. ഈ പ്ലോട്ട്സ് വളരെ കാര്യമായിട്ട് പഠിക്കുന്ന പല തവണ അതങ്ങനെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ലെറ്റ് മീ ഗോ ഫോർ 4 pi r square n l and you're doing this for 2s orbital. 2s orbital നോക്കുമ്പോൾ you will see that, see, ഇങ്ങനെയാണ് അതിൻ്റെ പ്ലോട്ട്. Now, so remember whenever you take the higher, അപ്പോൾ first n equal to 1 ൽ s മാത്രമേ ഉള്ളൂ. Sorry, l equal to 0 ആണ്. made a mistake there, sorry. So whenever ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ you will see that now when you have, see, inganella points, which here it means that these are called nodes. Okay, okay, so അതായത് ഇതിൽ ഈ കേസിൽ റേഡിയൽ നോഡ്സ് എന്നാണ് പറയുന്നത്, വേർ ദർ ഇസ് ദ ഫങ്ഷൻ ഇസ് ആക്ച്വലി ഗോയിങ് ടു 0. കണ്ടോ, ഇവിടെ ഈ ഡിസ്റ്റൻസ് ആറിൽ ദർ ഇസ് നോ റേഡിയൽ പ്ലോട്ട്, ദ ഫങ്ഷൻ ആർ ഇസ് 0 ഹിയർ അറ്റ് ദിസ് പോയിന്റ്, എക്സ് ആക്സിസിലേക്ക് മുട്ടിയില്ലോ. And that is called the node. Okay, and ഒരു particular ഇതിൽ എത്ര നോഡ് ഉണ്ട് follows a formula that is n minus l minus 1. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ you will be able to draw any radial plots. Okay, so now let me go to draw 2p. അപ്പോൾ 2pയിൽ നോക്കൂ, n എന്താ 2, l എന്താ 1. സോ ഞാനൊന്ന് ഇത് നോക്കാം, 2 minus 1 ആവുമ്പോൾ എത്ര 0. സോ ദർ വിൽ നോട്ട് ബി എനി നോഡ്. അപ്പോൾ വളരെ കാര്യമായിട്ട് യു ജസ്റ്റ് റൈറ്റ് ഹിയർ 4 pi. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു ഈസി വേ ഫോർ യു ടു ഓർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണേ. 4 pi r square n l വേഴ്സസ് r വിച്ച് ഇസ് ഇൻ ആംസ്ട്രോം. ഇതൊക്കെ യൂണിറ്റ്സ് ഒക്കെ അങ്ങനെ എഴുതണം. ഇറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് 2p. അപ്പോൾ 2pയും 1s സിമിലർ ആയിരിക്കുന്നു, കണ്ടോ. നൗ ഇഫ് ഐ എം ഗോയിങ്, പക്ഷേ അവിടെ ഇപ്പോൾ 3s നോക്കിക്കോളൂ. 3s ആണെങ്കിൽ എങ്ങനെയാവും, 3, അപ്പോൾ n ഈക്വൽ ടു ഇതല്ലേ, n is 3, l is 0.
എസ് ആണെങ്കിൽ എപ്പോഴും L 0 ആണ്. സോ 3 മൈനസ് 0 മൈനസ് 1 വിച്ച് മീൻസ് 2 നോഡ്സ്. അതായത് അതിൻ്റെ അർത്ഥം നോക്കൂ, ഇങ്ങനെ 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 വരും. ഡിഡ് യു ഫോളോ? നൗ ഇഫ് ഐ എം ഗോയിങ് ഫോർ D, 3D, അവിടെ n ഈക്വൽ ടു 3, L ഈക്വൽ ടു 2 ആണ്. D ഓർബിറ്റൽ ആകുമ്പോൾ ഇപ്പോൾ 3 മൈനസ് 2 മൈനസ് 1 പറയുമ്പോൾ 0. സോ ദ D ഓർബിറ്റൽ വിൽ ഹാവ് ഇങ്ങനെ. I hope it's clear. Okay, so ഇത്രയേ ഉള്ളൂ. These plots are very important. Radial distribution plots എപ്പോഴും ചോദിക്കും. റേഡിയൽ വേവ് ഫംഗ്ഷൻ പ്ലോട്ടും നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് ജസ്റ്റ് ദി ആർ. ഓക്കെ, നമ്മൾ ചുമ്മാ എന്താ പറയുക, RNL വേഴ്സസ് ആറും ചെയ്യാറുണ്ട്. ആൻഡ് ജനറലി അത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടുക. ഓക്കെ, this is for my 1s orbital and 2s orbital. ഇതിൽ വലിയ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് കുറച്ചുകൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട്. അവിടെ പ്ലീസ് റിമെമ്പർ ഹൗ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് നോഡ്സ്. നൗ നോഡ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ റീജിയൻ വേർ ദർ ഇസ് ദ പ്രോബബിലിറ്റി ഇസ് 0. ഓക്കെ, now let's go to the angular plots. അപ്പോൾ നമ്മൾ റേഡിയൽ പ്ലോട്ട്സ് നോക്കി. സോ ഇറ്റ് വിൽ ഗിവ് യു ആൻ ഐഡിയ ഓൾസോ, ഓക്കെ, ഓഫ് ഹൗ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് എന്നുള്ള റേഡിയസും എന്ന് വെച്ചിട്ട് വേരി ചെയ്യുന്നതാണ് നമുക്കത് കിട്ടണത്. നൗ ആംഗുലർ ഡിപ്പെൻഡൻസ്. ഹൗ ഡു യു ലുക്ക് ഇൻ ടു ആംഗുലർ ഡിപ്പെൻഡൻസ്? Write that properly. Angular dependence. ഇതിനെയാണ് ആംഗുലർ പ്ലോട്ട്സ് എന്ന് പറയും, പോളാർ പ്ലോട്ട്സ് എന്ന് പറയും. ഇതൊക്കെ ഇതിൻ്റെ പേര് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഇതിന്നാണ് നമുക്ക് ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽസ് ഓരോന്നിൻ്റെ കിട്ടുന്നത്. So when you looked, okay, now let me go to the angular plots for s orbitals. Okay, s orbitals നിങ്ങൾ നോക്കുമ്പോൾ L എപ്പോഴും 0 ആയിരിക്കണം. ഓക്കെ, ആൻഡ് m should be equal to 0. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി n, ഏത് n ആണെങ്കിലും എൻ്റെ L 0 m 0 ആണ്. ഓക്കെ, സോ തീറ്റ 0 0 ആൻഡ് phi 0 ആണ് എൻ്റെ s ഓർബിറ്റൽ. ആൻഡ് ഇഫ് യു സി ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√π. നിങ്ങളത് ചെയ്തിരുന്നു. സോ ഹിയർ ഓൾസോ നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി ഒരു എന്താ പറയുക, ഒരു ആംഗുലർ പ്ലോട്ടിൻ്റെ വലിയ ഇതില്ല. ബട്ട് വി നീഡ് ദി ആംഗുലർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, we talk about angular probability distribution. Now avada nammal nokkumbo, when you are able to do this and you give certain restriction for the value of theta and phi, appo namukku ee theta um phi alle avira rendum angles alle, appo aa angles ennu vechittu namukku kittanadana ee polar adinte boundary surface kittum. Adayathu namukku ipo theta will take values from 0 to 90, phi will take value from 0 to 180. അങ്ങനെയൊക്കെ പല പല values you can put it. Okay, so here when you are giving this, what you will see is that the s orbital in the shape comes like this. That is why we say it is spherical. When you go for the P orbital, you will see that it is coming like this. Okay, yes, okay, you will see that the P orbital and the shape ingana varum. Fine. Then when you go for the 2, this is the 1s orbital, this is completely full. Okay, 1s.
And so let me go for the shape first. This is why we say this is dumbbell pole irikkinle. So that is why we say that it has a dumbbell shape. That those shapes okay, I have to use one more B, dumbbell. So that shape okay, comes with this way. Okay, and in the case of d orbital, if you see for d, this is the P. When you look for the d angular plots nokumbo, you will see it is like double dumbbell. Very difficult to draw with this bhayangara smooth pen. Yeah. Yes. So those are the shapes that you get, and finally ഒരു angular function ആണ്, and you will have p orbital you will draw like this for. Now remember always ഇതിലാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, this is always z, and you will ഇത് നമ്മൾ interchange ചെയ്യാറുണ്ട്, പക്ഷേ I prefer to keep x always towards you and y on the plane of the paper itself. So this is my, so നോക്കൂ ഈ direction അല്ലേ, അപ്പോൾ this will be a px orbital. Okay, and since it is in this, we can put this as minus and plus. It will have two lobes which is having അത് എന്താ വെച്ചാൽ നോക്കൂ ഒരു ക്വാഡ്രൻറ്റിന് പ്ലസും മൈനസും ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് the y will be like this, plus and minus. Or you want to just show the positive direction, you can just show like this, and I say this is py and my z will be like this. So നമ്മുടെ ആ കൺവെൻഷൻ, ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഈ how my axis is lying. Okay, this is my pz. So 2p ആണെങ്കിലും 3p ആണെങ്കിലും 4p ആണെങ്കിലും ഏതായാലും ഈ ഷേപ്പ് ഇതുപോലെ ഇരിക്കുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ n. അതുകൊണ്ടാണ്. Now let's look into the d orbitals. Okay, okay, I didn't go into the s. S inde, now if you want to go to the 2s, you will see that ഇങ്ങനെയാവും. Why, ഇതാണ് ആ റേഡിയൽ. ഈ നമ്മൾ ആ നോഡ് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ബ്ലാങ്ക് ഏരിയ ഉണ്ട്. അതായത് this is the area where there is no probability of finding the electron. That is why it is 0 and a blank area. So 2s will be like this. Okay, so now let's go into the d orbitals. The d orbitals in general, we see, I prefer you not to change the axis. പക്ഷെ നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ ആക്സിസ് മാറ്റിയിട്ടാണ് കാണിക്കുന്നത്. So we have 5 d orbital, dxy, dy, dxz, dyz and dxy. Okay, so ഇതിൻ്റെ in between the axis ആണ്. So generally what I have seen in most books is they will draw it just like this and they will say this is xz, and they will അപ്പോൾ ഇവിടെ വരുമ്പോൾ these two are positive and these two are negative. So ഇതിങ്ങനെ റീറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ബുക്കിൽ you get marks for this, of course, no problem, but I would like to show you the other pattern also. This is yz. ഇത് ജസ്റ്റ് ഈ വാല്യൂ ഇതിങ്ങനെ മാറ്റുകയാണ്. പക്ഷെ ശരിക്കില്ലേ, when you come to higher classes, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെയാണ്. സോ xz എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്കാണ്. സോ ഐ ജനറലി ടെൽ ദ ചിൽഡ്രൻ ടു ഡ്രോ ഇറ്റ് ഇൻ ദിസ് ഫോം. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണു, റൈറ്റ്? സോ ദിസ് വേ യു ക്യാൻ color this and this. Then if it is yz, ഇപ്പോൾ y ഇതല്ലേ, so it will be like ഇങ്ങനെ കിടക്കണം. and this gives you a more, ഒരു നമുക്കൊരു in സ്പേസിലുള്ള കറക്റ്റ് ആ മൂന്നെണ്ണത്തിൻ്റെ ഇതിപ്പോൾ they all look flat to you, right? But I generally
like to put it in the other way. Oh, sorry, this is not YZ. YZ idanya. Idana YZ. What all we are drawing generally is YZ. Okay, and XZ ana, you will see like this. Because like this. So these are actually ഇത് എല്ലാം നിങ്ങൾ അതൊന്ന് തിരിച്ചു നോക്കിയാൽ എല്ലാം ഇങ്ങനെ പോലെ ഇരിക്കും. Okay. Then we have two more orbitals, that is dz square and dx square minus y square, which is in this case is drawn like this. അതായത് it is along the axis. Okay. അപ്പോൾ ഇത് മൈനസും ഇത് പ്ലസും ആയിട്ട് വരയ്ക്കും. മറ്റേ ഫോമിൽ when we draw it like this. See, this is how we draw dx square minus y square, and dz square, that's fine because z axis eppuram avade undallo. And here please remember ingane oru lobe, and then you drop this oru disk poleയാണ് ഇവിടെ, and ഇവിടെ മുട്ടിക്കരുത്, കുറച്ച് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. Okay, because you will not be able to see that how to point you don't see. So that is why we always like to put it like this, then a disk here, and here it is like this. This is positive, this is negative. The disk. This is the dz square orbital. So fm idupole plot cheyam. So with that, I hope you got an idea about how the radial function is, the angular function is, and how the adinte plots engane irikkum. So with that, we have done with Schrodinger wave equation for atoms. Okay, now next we will go into molecular orbital theory. Thank you.